പോലീസ് എന്ന് പറയുന്നത് എല്ലാ കാലഘട്ടത്തിലും ലോ ആൻഡ് ഓർഡർ പ്രശ്നവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ലാത്തി ചാർജ് ഉണ്ടാകാറുണ്ട്, ടിയർ ഗ്യാസ് ഉണ്ടാകാറുണ്ട്, എല്ലാം ഉണ്ടാകാറുണ്ട്. അല്ല, ഇവിടെ ഞാൻ ചോദിക്കുന്നത് നിയമത്തിൻ്റെ മുമ്പിൽ ഞാൻ MP ആണ്, ഞാൻ MLA ആണ് എന്നുള്ളത് കൊണ്ട് ഒരു ലോ ആൻഡ് ഓർഡർ പ്രശ്നത്തിൻ്റെ അകത്ത് എക്സെപ്ഷൻ കൊടുക്കുന്നുണ്ടോ ഇവർക്ക്? മണിയാശാനെ നിങ്ങളെന്തൊക്കെ ചെയ്തിരുന്നു? മോഹനം മാഷ നിങ്ങളെന്തൊക്കെ ചെയ്തിരുന്നു? അതിനൊക്കെയുള്ള പ്രതികാരമൊന്നുമല്ല ഇത്. ഒരു സ്ഥലത്ത് ഒരു പ്രശ്നമുണ്ടായാൽ, ലോ ആൻഡ് ഓർഡർ പ്രശ്നമുണ്ടായാൽ പോലീസിനെ സംബന്ധിച്ചിടത്തോളം അവർ ലോ ആൻഡ് ഓർഡർ മെയിൻറ്റെയിൻ ചെയ്യാനുള്ള കാര്യങ്ങളാണ് നടത്തുക. അതിലെന്തെങ്കിലും എക്സസ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ബന്ധപ്പെട്ട അഗ്രീവഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഗവൺമെൻറ്റിനെ സമീപിക്കാം. അതിൽ ഉചിതമായിട്ടുള്ള തീരുമാനം ഗവൺമെൻറ് എടുക്കുകയും ചെയ്യും. അങ്ങനെ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശക്തമായിട്ടുള്ള നിലപാട് പോലീസുകാർക്ക് എടുത്തിട്ടുണ്ട്. ഇതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ആക്ഷേപം ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അഗ്രീവഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഇന്ന കാര്യങ്ങൾ നിയമവിരുദ്ധമായിട്ടാണ് ചെയ്തത്, നടപടി എടുക്കണമെന്ന് പറഞ്ഞാൽ ഉചിതമായ അന്വേഷണം നടത്തി ശക്തമായിട്ടുള്ള നിലപാട് ഗവൺമെൻറ് എടുക്കുക. കാര്യത്തിൽ യാതൊരു സംശയവും. പോലീസ് അതിക്രമത്തിനെതിരായിട്ടാണല്ലോ നിങ്ങൾ കൊടുക്കേണ്ടത്. അതല്ലേ കൊടുക്കേണ്ടത്. അതായി പറയുന്ന ആൾക്കാർ ചെയ്യേണ്ടത് ഒരു നിയമസമാധാനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവിടെ എക്സസ്സായി അധികാരം ഉപയോഗപ്പെടുത്തി ചെയ്യാൻ പാടില്ലാത്തത് ചെയ്തു. അതിൻ്റെ ഭാഗമായി അന്വേഷിക്കണം, നടപടി എടുക്കണം എന്ന് പറയണം. അല്ലാതെ ലോ ആൻഡ് ഓർഡർ പ്രശ്നം എവിടെ ഉണ്ടായാലും MLA നോക്കിയിട്ട് MP നോക്കി ഒന്നും ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അത് UDF-നായാലും കഴിയില്ല, LDF-നായാലും കഴിയില്ല, ആർക്കായാലും കഴിയില്ല. ആക്രമണത്തിന് എന്താ ഇവിടെ നിങ്ങൾ ശിവദാസ മേനോനെ ചോരേൻ്റെ അകത്ത് മുക്കിയിട്ട് കൊണ്ടുപോയി നിങ്ങൾ കണ്ടതല്ലേ? അയാൾ മുൻ മന്ത്രി ആയിരുന്നില്ലേ? ആയിരുന്നില്ലേ? ഏത് മുത്തങ്ങ കേസുമായിട്ട് ബന്ധപ്പെട്ട് വണ്ടി പോലും കിട്ടാതെ ഉന്ത് വണ്ടിയിലല്ലേ കൊണ്ടുപോയി? ഈ വേദന അന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടില്ലല്ലോ. ആരായാലും എന്താണെന്ന് ആരായാലെന്താ LDF നേതാക്കളെല്ലാം പറഞ്ഞത് MPയുടെ നേതൃത്വത്തിൽ അവിടെ ആക്രമണം നടന്നു എന്നാണ്. അതാ ഇപ്പം എനിക്കറിയില്ല MPയുടെ നേതൃത്വത്തിൽ ആക്രമണം നടന്നോ നടന്നില്ലയോ എന്നുള്ളതിലേക്ക് ഞാൻ കടക്കുന്നില്ല. എനിക്ക് ക്രമസമാധാനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പോലീസിന് ഇടപെടാൻ പാടില്ലാത്ത കാര്യത്തിൽ പോലീസ് ഇടപെട്ടു. അതിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾക്ക് ഈ വിഷമത ഉണ്ടായത്, പരിക്കുകൾ ഉണ്ടായത്. അങ്ങനെയാണെങ്കിൽ അത് വസ്തുതാപരമായി ഒന്നുകിൽ കോടതിയിൽ പോകാം, ഇനി അതല്ലെങ്കിൽ ഗവൺമെൻറ്റിനോട് പറയുക, ആ വഴി സ്വീകരിക്കുക. പക്ഷേ ഏതെങ്കിലും ഒരു പ്രശ്നത്തിൽ MLA ഉണ്ട്, MLA-ൻ്റെ സാന്നിധ്യം അവിടെ ഉണ്ട്, MP-ൻ്റെ സാന്നിധ്യമുണ്ട്, അതുകൊണ്ട് ലാത്തിയും തോക്കും ടിയർ ഗ്യാസും ഒക്കെ തന്നെ വീട്ടിലേക്ക് കൊണ്ടുപോകണം എന്ന് പറഞ്ഞാൽ നടക്കില്ലല്ലോ. ആര് വരിച്ചു കഴിഞ്ഞാലും സാധാരണ നിലയിലതാണ്. എനിക്കറിയില്ലല്ലോ, ഞാനല്ലല്ലോ പോലീസ് വകുപ്പ്. നിലവിലെ ശബരിമല ഇതുമായിട്ട് ബന്ധപ്പെട്ട് സഖാവ് തന്നെ നേരത്തെ ഞാൻ അന്ന് പറഞ്ഞല്ലോ, അതെ ഞാൻ പറഞ്ഞു പത്മനാഭനല്ല, പത്മകുമാറല്ല, CPM-ൻ്റെ ഏത് നേതാവ് അതിൽ പെട്ടിട്ടുണ്ടെങ്കിലും വെള്ളം കുടിക്കേണ്ടി വരും. കോൺഗ്രസിൻ്റെ നേതാക്കൾ പെട്ടിട്ടുണ്ടെങ്കിൽ വെള്ളം കുടിക്കേണ്ടി വരും. BJP-ൻ്റെ നേതാക്കന്മാർ പെട്ടിട്ടുണ്ടെങ്കിൽ വെള്ളം കൊടുക്കേണ്ടി വരും. കുറ്റം ചെയ്ത എല്ലാ ആൾക്കാരെയും വെള്ളം കുടിക്കേണ്ടി വരും. വന്നിട്ടില്ലല്ലോ, ഇപ്പം വന്നിട്ടില്ലല്ലോ, മുൻ ഭരണസമിതിയൊക്കെ ഇതിൽ ആയിട്ടില്ലല്ലോ. ചേർക്കാൻ പോകുന്നല്ലേ പറഞ്ഞത്. ചേർത്തോട്ടെ, ചേർത്താൽ പോയിക്കോട്ടെ എന്ന് നമുക്കെന്താ പ്രശ്നം? നിങ്ങളെന്തിനാ ബേജാറാന്ന്? ഞങ്ങൾ തയ്യാറല്ലേ. ഞങ്ങളുടെ പാർട്ടിയിൽപ്പെട്ട ഏതെങ്കിലും ഒരു പാർട്ടി മെമ്പർ ഒരു അനുഭവം അതിൽ പെട്ടിട്ടുണ്ടെങ്കിൽ ചെവി പിടിച്ചിട്ട് ഈ പാർട്ടിയിൽ നിന്ന് അങ്ങ് പുറത്താക്കും. ആ സംശയം നിങ്ങൾക്ക് വേണ്ട. കോൺഗ്രസിൻ്റെ നിങ്ങൾ എന്നോട് പറയുന്നത് ഇടുക്കിയിൽ കോൺഗ്രസിൻ്റെ ജില്ലാ നേതാവിനെ ആത്മഹത്യയിലേക്കും അയാളെ മകനെ ആത്മഹത്യയിലേക്കും, അല്ല വയനാട് ഓർമ്മയില്ലേ? ആ പ്രേതം ഇങ്ങനെ ചുറ്റി കളിക്കുകയാണ്. പിണറായി രാജിവെക്കണം, അതുവരെ എന്നെ പ്രസിഡന്റ് സ്ഥാനത്ത് ഇന്ന് മാറ്റാൻ പാടില്ല എന്ന് പറഞ്ഞ KPCC പ്രസിഡന്റിൻ്റെ പോയി, ഏത് സ്ഥാനം പോയി. പിന്നീട് ഒരാളുണ്ടായിരുന്നു യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന നേതാവ് രാഹുൽ, അതും ചെവി പിടിച്ച് പുറത്താക്കി. പിന്നെ വന്ന ഒരാളായിരുന്നു ഇന്നിപ്പോൾ പറഞ്ഞിട്ടുണ്ട് എനിക്ക് വിഷമമുണ്ട്, വേദനയുണ്ട്. ആര്? യൂത്ത് കോൺഗ്രസിൻ്റെ പുതിയ പ്രസിഡന്റിനെതിരായിട്ടൊരു അബി രംഗത്ത് വന്നിട്ട് ഇത് നിങ്ങൾ ചെയ്ത് ശരിയല്ല, ജാതി നോക്കിയിട്ടാണ് നിങ്ങൾ ചെയ്യുന്നത്. പിണറായിക്കെതിരായിട്ട് പറഞ്ഞ കോൺഗ്രസ്സുകാരൻ്റെ സ്ഥാനം പോയി. അതറിയ നിങ്ങൾ? അത് ശബരിമല ഇഷ്യൂ വളരെ വളരെ സീരിയസ് ആണ്. അതല്ല ഞങ്ങൾ പറഞ്ഞത്. അതിൻ്റെ അകത്ത് കട്ടൊരു കള്ളൻ പീഠം കാണുന്നില്ല എന്നും പറഞ്ഞിട്ട് സെപ്റ്റംബർ മാസം 17-ാം തീയതി നിലവിളിച്ച വിദ്വാനെ പീഠം സഹോദരീൻ്റെ വീട്ടിൽ നിന്നാണ് പിടിച്ചത്. ഇനി പലരെയും ചെവി പിടിക്കും. പോറ്റിൻ്റെ
20-ാം തീയതിയല്ലേ സമ്മേളനം? ഏത് സമ്മേളനം? അയ്യപ്പ സംഗമോ? അതിൻ്റെ 3 ദിവസം മുമ്പേ അല്ലേ പറഞ്ഞ എൻ്റെ വീടം കാണുന്നില്ല. എവിടെ ഏറ്റുമാനൂർ അപ്പൻ്റെ വിഗ്രഹം പോയി നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോ? ആരായിരുന്നു പ്രതി? സ്റ്റീഫൻ ആരാ? കോൺഗ്രസിൻ്റെയും INDUCൻ്റെയും നേതാവ്. അപ്പോൾ അതുപോലെ വരാതിരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ശരി. എന്താണ് ഈ ഒരു സൈബർ ആക്രമണത്തിന് പിന്നിൽ അറിയില്ല. എനിക്കറിയില്ലത്. ഞാൻ സുധാകരനെ ഞാൻ കണ്ടിട്ടില്ല. ആയിക്കോട്ടെ, സുധാകരൻ പറഞ്ഞതല്ലേ. ഞാൻ കണ്ടിട്ടില്ല. ഞങ്ങളൊക്കെ ഒന്നായിട്ട് കുറേ കാലം പ്രവർത്തിച്ചത് അല്ല. ആര് നടത്തിയാലും തെറ്റല്ലേ. അങ്ങനെ നടത്തുന്നില്ല. പരാതിയൊക്കെ കൊടുത്തിരുന്നു, പക്ഷേ നടപടി എനിക്ക് പരാതി കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള നടപടികൾ സ്വീകരിക്കും. ഓക്കെ. അപ്പോൾ നിങ്ങൾ വീണ്ടും ചോദിക്കുക, എവിടെ സമൻസ്, എവിടെ അതിൻ്റെ സ്ഥിതി എന്താണ് എന്ന് പറഞ്ഞ് നടക്ക്. കുടലും പിടിച്ചിട്ട് എല്ലാ ദിവസവും നടക്ക് കേട്ടോ. ശരി.